സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയുള്ളൂ. അതിലേക്ക് സിമ്പിളായിട്ടാണ് ഞാനിവിടെ എടുത്തത്. നമുക്ക് എത്രയാണ് മുട്ട വേണ്ടത് അതെടുക്കുക. തക്കാളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി. ഉള്ളി കട്ട് ചെയ്തത്, വെളുത്തുള്ളി, പച്ചമുളക് പാനിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കുറച്ച് നന്നായിട്ടൊന്നുമല്ല, ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ട മസാല ഇവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. മസാല 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. അതൊക്കെ ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ചിക്കൻ മസാല കാര്യങ്ങൾ അത് ഇവിടെ ഉള്ളതുകൊണ്ട് അത് ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ അതൊന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റെഡിയായി. അത് നമ്മൾ കട്ട് ചെയ്ത് അതും പൊളിച്ചിട്ട് നമുക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്യുക. സെൻട്രൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 4 പീസായിട്ട് കട്ട് ചെയ്യുക, നിങ്ങൾ ഇഷ്ടം പോലെ കട്ട് ചെയ്യുക. ഞാനിവിടെ ഇങ്ങനെയാണ് സെൻട്രൽ കട്ട് ചെയ്ത് എടുത്ത് എന്നിട്ട് ഇത് നേരെ എടുത്ത് ആ കറിയിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളിൽ വെക്കുക. റെഡി, സംഭവം റെഡി. എടുക്കുക, കഴിക്കുക. ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെയായാലും കഴിക്കാം.